പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു. ആരുടെയും നാശമോ തകർച്ചയോ തോൽവിയോ ഒന്നും കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കളുടെ സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി 4:4 പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. നമ്മളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ഉടനീളം തിന്മ വർദ്ധിക്കുന്നുണ്ട്, പാപം ഒത്തിരിയേറെ വർദ്ധിക്കുന്നു, നിരീശ്വരവാദികൾ വർദ്ധിക്കുന്നു, ദൈവനിഷേധികൾ വർദ്ധിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, പാപം പെരുകുന്നു, വ്യഭിചാരം, സ്വയംഭോഗം, മദ്യപാനം, കൊലപാതകമെല്ലാം ലോകത്തിൽ വർദ്ധിക്കുന്നു. സഭാ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു. ലോകത്തിൽ യുദ്ധങ്ങളും കലഹങ്ങളും ക്ഷാമങ്ങളും ഭീകരതയും വേട്ടയാടുന്നു. ഇവിടെ എനിക്കും നിങ്ങൾക്കും ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, സോദോം ഗൊമോറ ദേശത്തെക്കുറിച്ച് പറയുകയാണ്. ആ ദേശം മുഴുവൻ പാപത്തിലേക്ക് പോവുകയാണ്. സ്വർഗഭോഗികളും വ്യഭിചാരികളെയും കൊണ്ട് സോദോം ഗൊമോറ നിറഞ്ഞു. ദൈവമായ കർത്താവ് ഒരു തീരുമാനമെടുക്കുകയാണ്, സോദോം ഗൊമോറയെ നശിപ്പിക്കുവാനായിട്ട്. പാപം പെരുകി. സോദോം ഗൊമോറയുടെ അകൃത്യം വലുതാണ്. അവിടുത്തെ അകൃത്യത്തിൻ്റെ പാപത്തിൻ്റെ മുറവിളി, നിലവിളി ദൈവസന്നിധിയിൽ എത്തുകയാണ്. ദൈവം തീരുമാനിക്കുന്നു സോദോം ഗൊമോറയെ നശിപ്പിക്കുവാനായിട്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായ ഒരു വ്യക്തിയുണ്ട്, അബ്രഹാം. അബ്രഹാത്തിൻ്റെ പ്രിയ ഭാര്യ സാറ, അവർക്ക് ദൈവം ദാനമായി നൽകിയ ഇസ്ഹാക്ക്. അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും ഒക്കെ അനുസരിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുദിനമുണ്ടാവുകയാണ്. മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവം പറയുന്നുണ്ട്, അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിനക്കൊരു പുത്രനുണ്ടായിരിക്കും. അത്രമാത്രം ദൈവം അബ്രാഹത്തെ സ്നേഹിച്ചു, സാറായെ സ്നേഹിച്ചു, മക്കളെ കൊടുത്തു. അബ്രാഹാം പിതാവിലൂടെ മനുഷ്യവംശം മുഴുവൻ അനുഗ്രഹത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയെ നശിപ്പിക്കണമെന്നോ മനുഷ്യനെ നശിപ്പിക്കണമെന്നുള്ള ഒരു പദ്ധതി ഇല്ല. പക്ഷെ മനുഷ്യൻ്റെ അകൃത്യങ്ങളും തിന്മകളും പെരുകി. സ്ത്രീയും തമ്മിൽ പാപം ചെയ്യുന്നു, പുരുഷനും തമ്മിൽ പാപം ചെയ്യുന്നു, വ്യഭിചാരം വർദ്ധിക്കുന്നു, അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, അനീതി വർദ്ധിക്കുന്നു, അബോർഷൻ പെരുകുന്നു, കൊലപാതകം പെരുകുന്നു, യുദ്ധങ്ങൾ പെരുകുന്നു. അങ്ങനെ ലോകത്തിൻ്റെ നിരപരാധിയുടെ നിലവിളിയൊക്കെ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. പാപത്തിൻ്റെ മുറവിളിയും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. ഉൽപ്പത്തി 18:18 ദൈവമായ കർത്താവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അബ്രാഹാം മഹത്വം ശക്തമായ ഒരു ജനതയായിത്തീരും. ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? ഇവിടെ ദൈവം ചിന്തിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? എന്താണ് ദൈവം പ്ലാനിട്ടത്? സോദോം ഗൊമോറയെ നശിപ്പിക്കുവാനാണ്, അഗ്നിയിറക്കി നശിപ്പിക്കാൻ ദൈവം പ്ലാനിട്ടു. കാരണം അത്രമാത്രം തിന്മയാണ് അവിടെ. അത് ദൈവം തന്നെ ചിന്തിക്കുക, ഇത് എൻ്റെ പ്രിയപ്പെട്ട മകനായ അബ്രാഹത്തിൽ നിന്ന് ഞാൻ മറച്ചു വയ്ക്കണോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനുടെ ഇത് വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. അവിടെ ദൈവം ചിന്തിക്കുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രാഹാമിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? മറച്ചു വയ്ക്കാൻ ദൈവം തീരുമാനിക്കുന്നില്ല. ദൈവം അത് അബ്രാഹാമിനോട് പറയാൻ പോവുക, അബ്രാഹാമിനോട് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഉൽപ്പത്തി 18:22 പറയുന്നു, അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു.
അബ്രാഹാം അപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ തന്നെ നിന്നു. അബ്രാഹാം കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. ദൈവത്തിൻ്റെ തീരുമാനം സോദോം ഗൊമോറയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ അബ്രാഹാം നിന്നു മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം മധ്യസ്ഥരാകുവാനായിട്ട് വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ പാപം പെരുകുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ കടന്നു വരാതിരിക്കാൻ വേണ്ടി, ദൈവ കരുണ ഒഴുകാൻ വേണ്ടി, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുകയാണ്. ഉൽപ്പത്തി 18:23-24 അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? ഒരിക്കലും അങ്ങനെ ദൈവം ചെയ്യത്തില്ല. നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ഹല്ലേലൂയ. ദൈവമായ കർത്താവ് പറയുകയാണ്, നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്ന പക്ഷം ഞാൻ ആ സ്ഥലത്തോട് ക്ഷമിക്കും. നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ആ നാടിനോട് ഞാൻ ക്ഷമിക്കും, ഞാൻ ശിക്ഷ പിൻവലിക്കും, ശിക്ഷിക്കത്തില്ല. ക്ഷമിക്കുമെന്നാണ് പറഞ്ഞു. ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. 18:26 50 നീതിമാന്മാരെ കണ്ടാൽ മതി. പക്ഷെ 50 നീതിമാന്മാരെ ആ ദേശത്തെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ നീതിമാന്മാർ വേണം. നീതിമാന്റെ പ്രാർത്ഥനയാണ് മേഘങ്ങളെ തുളച്ച് ദൈവസന്നിധിയിലെത്തുന്നത്. നീതിമാന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് വിലയുള്ളത്, പാപിയുടെ പ്രാർത്ഥനയ്ക്കല്ല. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. അബ്രാഹാം പിതാ പറയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണം, 45 ഉള്ളെങ്കിലോ അങ്ങ് നശിപ്പിക്കുമോ? വീണ്ടും പറയുകയാണ്, അങ്ങ് 40 പേരെ ഉള്ളെങ്കിൽ നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 40 പേരെ പ്രതി ഞാൻ ആ നഗരം നശിപ്പിക്കത്തില്ല. കണ്ടോ, ദൈവത്തിൻ്റെ കരുണ ഒഴുകുകയാണ്. 40 പേര് നീതിമാന്മാരായിട്ട് ആ ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തോട് ഞാൻ ക്ഷമിക്കും, ആ ദേശത്തെ നശിപ്പിക്കരുത്. കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് കോപിക്കരുത്. 30 പേരെ ഉള്ളെങ്കിലോ? കർത്താവ് പറയാ, ഞാൻ ക്ഷമിക്കും. 30 പേരെ ഉള്ളെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കത്തില്ല. വീണ്ടും അബ്രാഹാം പിതാവ് വളരെ എളിമയോടെ പറയുക, കർത്താവേ ഞാനും കൂടി സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, 20 പേരെ ഉള്ളെങ്കിലോ? ഇവിടെ ദൈവത്തിൻ്റെ അനന്ത കരുണ ഒഴുകുക. നമുക്കറിയാം വിശുദ്ധ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവം പറയുകയാണ്, 20 പേരെ ഉള്ളെങ്കിൽ ഞാൻ ആ നഗരത്തെ നശിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ അനന്ത കരുണ, അനന്ത സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടാകും. നോക്കിയ പിതാവായ ദൈവത്തിൻ്റെ ആ ഹൃദയമാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.